എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇത് നമ്മളിവിടെ ചെയ്യുന്നത് ചെറിയ പൂരിയാണ്. വളരെ ക്രിസ്പി ആയിട്ടുള്ള പൂരിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഇതിനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ 2 ഗ്ലാസ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂൺ റവ ചേർക്കുന്നത് ക്രിസ്പിനെസ്സിന് വേണ്ടിയാണ്, 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടി, കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചെറു ചൂടുവെള്ളത്തിൽ നല്ല രീതിയിൽ കുഴച്ചെടുക്കാം. ആവശ്യമെന്ന് വെച്ചാൽ കുറച്ച് എണ്ണയും തടവിക്കോളൂ. കുഴയ്ക്കുന്ന സമയത്ത് അധികം സോഫ്റ്റ് ആവാൻ വേണ്ട, അധികം ഹാർഡും ആകണ്ട. അതാണ് പൂരിയുടെ ടെക്സ്ചർ. ഇനി നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അതിനുശേഷം ചെറിയ ബോൾസ് ആക്കുക. എന്നിട്ട് ഇവിടെ പ്രധാന കാര്യം ശ്രദ്ധിക്കേണ്ടത്, പരത്തിയെടുക്കുമ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ച് പരത്തിയെടുക്കരുത്, എണ്ണയിൽ തന്നെ പരത്തിയെടുക്കണം. അടുത്ത പ്രധാന കാര്യം എന്ന് വെച്ചാൽ എല്ലാ സൈഡും ഒരേ തിക്നെസ് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാനിവിടെ ചെറിയൊരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് വെട്ടിയെടുക്കുന്നത്. ഇനി നമുക്ക് പൂരി പൊരിച്ചെടുക്കാം. പൂരി എണ്ണയിൽ നല്ലോണം ഡീപ്പ് ഫ്രൈ ആയിരിക്കണം. എണ്ണയിൽ നല്ലവണ്ണം ഡിപ്പ് ചെയ്തതിന് ശേഷം അതിനെ ഫ്രീ ആയിട്ട് വിടുക. ഇത് എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ഗോതമ്പ് മാവിനെ കഷ്ണം ഇട്ടതാണ് ആ കറുപ്പ് കളർ കാണുന്നത്. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഫ്രീ ആയിട്ട് പൂരിയെ വിട്ട് കഴിഞ്ഞാലേ അത് ഫ്ലഫി ആയിട്ട് വരത്തുള്ളൂ. അതിനെ പ്രസ് ചെയ്യരുത്, ഒന്നാമത്തെ കാര്യം. പിന്നെ ഇത് ക്രിസ്പിനെസ് കിട്ടുന്നത് റവ ചേർക്കുന്ന കൊണ്ടാണ്. വളരെ ക്രിസ്പിനെസ് ആയിരിക്കും ഇത്. വളരെ ക്രിസ്പിനെസ്സും ടേസ്റ്റിയും ആയിരിക്കും. കാരണം മൈദാപ്പൊടിയും എല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെ ഓരോന്നും 1 മുതൽ 1.5 മിനിറ്റിനകം ഓരോ പൂരി നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് ഇനി പൂരിയുടെ അകമൊക്കെ വെന്തോന്നൊക്കെ നമുക്ക് നോക്കാം. നല്ല ചൂടുണ്ട്, കണ്ട ഓരോ പൂരിയും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം.